വേനൽ ചൂട് നമുക്കൊന്ന് ആസ്വദിക്കാലോ. ഹലോ, ഈ വേനൽക്കാലത്ത് ഒന്ന് കുളിർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബനാന ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് എടുത്തത്. അത് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്തതാണ്, ഫ്രോസൺ ആണ്. അതിൻ്റെ കൂടെ ഒരു 4 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ഷുഗറിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഹണി എടുക്കാം, അല്ലെങ്കിൽ മധുരം ഇല്ലാതെ ഉണ്ടാക്കാം നമുക്ക്. കാരണം മധുരം ഇല്ലാതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തിയാണ്. അതിന് പഴത്തിൻ്റെ മധുരം ഉണ്ടാവും കുറച്ച്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം ബനാന ഇട്ടു. ബനാന നമുക്ക് വേണമെങ്കിൽ റോബസ്റ്റയ്ക്ക് പകരം ചെറുപഴം വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ബനാനയാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക. നമുക്കിപ്പം ചില സമയത്ത് വീട്ടിൽ കൊലയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ സൂക്ഷിക്കും? കുറേയെല്ലാം നമ്മൾ ബന്ധുക്കൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുക. തോല് കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. എത്ര കാലം വേണമെങ്കിലും ഇതിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതേമാതിരി ഐസ്ക്രീമോ മിൽക്ക് ഷേക്കോ എന്ത് പലഹാരം വേണമെങ്കിലും നമുക്കത് ഉപയോഗിച്ച് ആക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു 5-6 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് അരക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കഴിഞ്ഞ് ഇത് നന്നായിട്ട് പഞ്ചസാരയും ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് അരച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇത് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച മിശ്രിതം ചേർക്കുകയാണ്. കഴിഞ്ഞ് നമ്മൾ ഫ്രീസറിൽ സെറ്റാവാൻ വെക്കണം കേട്ടോ. ഫ്രീസറിൽ നമ്മൾ ഓവർനൈറ്റ് വെക്കാം. രാത്രി വെച്ച് രാവിലെ ആകുമ്പോഴേക്കാകും, അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ വെച്ച് ഓരോ ഫ്രീസറിൻ്റെ കപ്പാസിറ്റി പോലെ ഇരിക്കും. ഞാനതിൻ്റെ മേലെ കുറച്ച് പാൽപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഫ്രീസ് ആവാൻ വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് സെറ്റായി അത് സ്കൂപ്പ് ചെയ്ത് ഞാനിതിപ്പം ഐസ്ക്രീം കഴിക്കേണ്ട ബൗളിലേക്ക് ഇട്ടിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പോ ബദാമോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോപ്പ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് ഗാർണിഷ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.